എല്ലാ സുഹൃത്തുക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. അതുകൊണ്ട് ഇന്ന് ഒക്ടോബർ 2-ാം തീയതി നമ്മളിവിടെ ആശ്രമ മൈതാനത്ത് നമ്മളെ സെയിലിന് വെച്ചേക്കുന്ന കുറേ ചെമ്പരത്തി ചെടികൾ കേട്ടോ. നല്ല രസമുള്ള അതാണ് ഹവായി വൈറ്റ് മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി ചെമ്പരത്തി ചെടികൾ, ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ചെടികൾ. ഇന്ന് എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വെറൈറ്റി ചെമ്പരത്തി ചെടികൾ മുതൽ കുറേ ഇപ്പം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. ഒരുപാട് പേര് ചോദിക്കും നമുക്ക് എന്തൊക്കെയാണ് നിങ്ങളിവിടെ ഉള്ളതെന്ന് അറിയത്തില്ല, അന്നേരം നല്ല നല്ല പ്ലാന്റുകൾ വരുമ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞതിനാൽ അതാണ്ട് ഇന്നത്തെ ദിവസം നമ്മളിവിടെ ആശ്രമ മൈതാനത്ത് ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെമ്പരത്തി ഇനങ്ങൾ. അതേപോലെ തന്നെ പതിയിട്ടെടുത്ത പ്ലാന്റുകളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഡോർഫ് വെറൈറ്റിയും സെമി ഡോർഫ് വെറൈറ്റിയും കവറിലുള്ള പ്ലാന്റും ചട്ടിയിലുള്ള പ്ലാന്റും ഒക്കെ ഇവിടെ ആവശ്യത്തിന് ഇരിപ്പുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ആശ്രമ മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾക്കിടയിൽ കുറച്ച് ചെമ്പരത്തി ചെടി കൂടി ആയാലോ, എങ്ങനെ ഇരിക്കും? അടിപൊളിയല്ലേ? വളക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ അടിസ്ഥാന വളമായിട്ട് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത ജൈവ വളക്കൂട്ട് ഇവിടെ ഉണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾക്ക് വാങ്ങിയിടാനായിട്ട് ആശ്രമത്ത് വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ട് ഡയമോണിയം ഫോസ്ഫേറ്റ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നല്ല വളർച്ച കിട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ 1 ഗ്രാം യൂറിയ ലൈറ്റായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലൈറ്റായിട്ടൊന്ന് കലക്കിയിട്ടൊന്ന് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പരിക്കും പ്ലാന്റുകൾക്ക്. പിന്നെ പൂക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് നമ്മൾ ഡൈഅമോണിയം ഫോസ്ഫേറ്റോ ഫാക്ടം ഫോസോ കൊടുത്തു കഴിഞ്ഞാൽ, അല്ല NPK മിക്സർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫ്ലവർ ചെയ്ത് കിട്ടും. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ചെമ്പരത്തി ചെടികൾ. പിന്നെ ഇവിടെ നിന്നിരിക്കുന്ന കുറച്ച് ഓർക്കിഡ് പ്ലാന്റുകൾ, ഒരുപാട് ഓർക്കിഡ് പ്ലാന്റ് നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇറക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്, 2 ദിവസം മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10-100 ഓർക്കിഡ് ഫ്ലവറോട് കൂടിയുള്ളത് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് ഉള്ളതനുസരിച്ച് നോക്കി തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാവുന്നതാണ്. കാര്യം മഞ്ഞയൊക്കെ കുറച്ചേ ഉള്ളൂ, ഇനി കാര്യം ഒരുപാടൊന്നും ഇല്ല. മഞ്ഞയൊക്കെ നല്ല ഓട്ടമായിരുന്നു. അതാണ് ഇനി ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെറൈറ്റി ഓർക്കിഡെല്ലാം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ ഓർക്കിഡിനുള്ള വളങ്ങൾ, ഗ്രീൻ കെയർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വളങ്ങളും കീടനാശിനികളും ലൈറ്റായിട്ട് ഉള്ളത് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വേപ്പെണ്ണയൊക്കെ ചെടികൾ കടിക്കാൻ വേണ്ടി വേപ്പെണ്ണയുടെ ഇത് കാണണം, നിംബിസിഡിൻ കാണണം. അതേപോലെ തന്നെ റോസാ ചെടികൾ കടിക്കുന്ന മരുന്നുകൾ, വളങ്ങൾ, അതേപോലെ തന്നെ റോസാ തൈകൾ. നാടൻ റോസ് കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. അതേപോലെ 3 എണ്ണം 100 രൂപ ടൈപ്പ് റോസ്, അങ്ങനെ കുറേ പ്ലാന്റുകളുണ്ട്. പിന്നെ ഓർക്കിഡിൻ്റെ തൈകൾ ഇരിപ്പുണ്ട്. ഇൻഡോർ പ്ലാന്റുകൾ, കുരുമുളക് തൈ, അതേപോലെ സ്ട്രോബെറി, ജബോട്ടിക്കാബ പഴം, കുരുവിൽ നിന്നും മാംസം ഇളകി വരുന്ന റംബുട്ടാൻ പഴം, അവക്കാഡോയുടെ പ്ലാന്റ് ഇപ്പോൾ കൊണ്ടുവന്നതുകൊണ്ട്. ജബോട്ടിക്കാബ ഇരിപ്പുണ്ട്. നല്ല കിട്ടിലം പേരത്തൈ ഇരിപ്പുണ്ട്. അത് ഒരുപാട് ഹൈറ്റ് പോകാതെ ചട്ടിയിലൊക്കെ നിർത്തി കായ്പ്പിക്കുന്ന പേരത്തൈയുടെ കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. കൊടംപുളി തൈയുണ്ട്. നല്ല വെറൈറ്റി മാവിനങ്ങളുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് ആശ്രമ മൈതാനത്തുനിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. മാൻഡിവില്ല വെള്ളയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് ഒരുപാടില്ല, കുറച്ച് പ്ലാന്റേ ഉള്ളൂ. അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നാടൻ വെറൈറ്റി റോസ്, പിന്നെ നമ്മൾ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ്, അതേപോലെ തന്നെ സമ്മർ സ്നോ പ്ലാന്റ്. റോസിനകത്ത് തന്നെ നല്ല എന്ന് വെച്ചാൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ് സമ്മർ സ്നോ. അതേപോലെ തന്നെ അഹല്യ, അതേപോലെ ബട്ടൺ, മിനിയേച്ചർ ബട്ടൺ, റെഡ് ബട്ടൺ, അതേപോലെ കുറേ പ്ലാന്റുകളുണ്ട്. നല്ല കിഡിലുമായിട്ടുള്ള പ്ലാന്റുകൾ, ഇരിക്കുന്ന പ്ലാന്റുകൾ, ഒരുപാട് വാരി തള്ളുന്നതല്ല, ഉള്ള പ്ലാന്റുകൾ വന്ന് നോക്കിയെടുത്തിട്ട് പോകാം. അടിപൊളിയായിട്ടുള്ള വിശാലമായിട്ടുള്ള പ്ലാന്റുകളിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മനസ്സിണങ്ങിയ പ്ലാന്റുകൾ വാങ്ങിയിട്ട് പോകാവുന്നതാണ്. അതേപോലെ മുല്ലത്തൈ, പിച്ചിത്തൈ, തെറ്റിത്തൈ, അങ്ങനെ ഒരുപാട്, മണിമുല്ല, മരമുല്ല, സെൻറ്റ് സെബാസ്റ്റ്യൻ മുല്ലയില്ലേ, മണമുള്ള ഒരു മുല്ലയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ മുല്ല. ഒരു പുരോഹിതൻ്റെ പേരിലുള്ള മുല്ല, മരമുല്ല. നല്ലപോലെ അതിൻ്റെ പ്രത്യേക വീഡിയോ ഒക്കെ നമ്മൾ ചാനലിനകത്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ പേജ് കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുണ്ട്. അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അല്ലേ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ലൈവ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ, മുള്ളാത്ത ചെടി, ചാമ്പത്തൈ, അങ്ങനെ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും, ഊതുമരത്തിൻ്റെ തൈ, അത്ര ഉണ്ടാക്കുന്ന ഊതുമരത്തിൻ്റെ തൈ, അതേപോലെ കറ്റാർ വാഴ, ഫേൺ വെറൈറ്റി, അഗ്ലോണിമ വെറൈറ്റി, അതേപോലെ മുന്തിരി തൈ, സ്ട്രോബെറി, പേര, ബേറാപ്പിളിൻ്റെ തൈ, പല വെറൈറ്റി പ്ലാവുകൾ, ശീമപ്ലാവ്, മാംഗസ്റ്റിൻ പഴം,
ജാതി, ഗ്രാമ്പ്, അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകളൊക്കെ വന്ന് തിരക്കിടക്കുന്ന പ്ലാന്റുകളൊക്കെ വന്ന് വാങ്ങാം. കൂഫിയ പ്ലാന്റ് മേടിക്കാം, ലെൻഡാന പ്ലാന്റ് മേടിക്കാം. അങ്ങനെ കുറേ പ്ലാന്റുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സീസൺ പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ വെള്ളം കുറച്ചേ പാടുള്ളൂ. അതും കൂടെയൊക്കെ ഒന്ന് ഓർക്കുക. പ്ലാന്റ് മേടിച്ചുകൊണ്ട് പോകുന്ന കണക്ക് തന്നെ ഇത് പരിപാലിച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി കണക്കാക്കുക. ഇത് മഴയാക്കുന്ന സമയത്ത് ഇച്ചിരി ഫംഗിസൈഡ് കറക്റ്റായിട്ട് കൊടുക്കണം. ഇൻഡോഫില്ലം 45 നല്ലൊരു ഫംഗിസൈഡാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം മഴയില്ലാത്ത സമയം, വെയിൽ കാണുന്ന സമയത്ത് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി കീടനാശിനി റീവയോ റിയോഡോ ഏതെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഒരു 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ തെങ്ങും തൈ, കുറേ തെങ്ങും തൈ നമ്മൾ ഇന്നലെ വന്ന വീഡിയോ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അതിനകത്ത് കുറച്ച് പ്ലാന്റുകൾ നമ്മളിവിടെ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ നോക്കി കണ്ട് എന്താ പറയുക, കുഴിയൊക്കെ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നടാൻ പരുവത്തിൽ കവറിൽ മുളപ്പിച്ച പ്ലാന്റ് ഇരിപ്പുണ്ട്. ആവശ്യമുള്ള പ്ലാന്റൊക്കെ വാങ്ങാവുന്നതാണ്. എടുത്തു പറയേണ്ട ഒരു പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ, സൺഡേ മൺഡേ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ആ പ്ലാന്റും ഇരിപ്പുണ്ട്. ലെയർ ചെയ്ത പ്ലാന്റ്, ബുഷായിട്ടുള്ള പ്ലാന്റ്, ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാം. ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈ ഇരിപ്പുണ്ട്. ഗോൾഡൻ കാസ്കേഡിൻ്റെ പ്ലാന്റ് തീർന്നു പോയിട്ട് പിന്നെ കൊണ്ടുവന്ന പ്ലാന്റ് ഒരു 70 പ്ലാന്റ് കൂടി ഇവിടെ ആശ്രമം മൈതാനത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള പ്ലാന്റ് എടുക്കാവുന്നതാണ്. ബഡ് അല്ലാത്ത റോസ് കുറച്ചുകൂടിയുണ്ട്. 10, 200, 300, 400ഓളം പ്ലാന്റ് ഇരിപ്പുണ്ട്. 3 100 രൂപ ടൈപ്പ് റോസ് കുറച്ചിരിപ്പുണ്ട്. അങ്ങനെ കുറേ പ്ലാന്റുകളുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകൾ വന്നെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ ഒരു ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. കൂട്ടുകാരിലേക്ക് കൂടി എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യുന്നത് കണക്ക് തന്നെ കുമാർ നഴ്സറി കൊല്ലം പേജ് ഫോളോ ചെയ്യുന്ന കണക്ക് തന്നെ കുമാർ നഴ്സറി കൊല്ലം ചാനലുണ്ട്. യൂട്യൂബിൽ കയറി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.